ഓക്കെ, ശരിയാ. അത് ഓരോ ക്വസ്റ്റ്യനിലും ഓരോ രീതിയിലായിരിക്കും. അതായത് എത്ര നമ്പറാണ് പുതിയത് വരുന്നതല്ല. അതായത് ഇതാ നമ്മൾ ഡയറക്റ്റ് ഏർണിങ്സ് പെർ ഷെയറിലെ നമ്പർ ഓഫ് കോമൺ ഷെയർസ് എന്തായാലും നമുക്ക് ആദ്യം അറിയായിരിക്കും. നമ്പർ ഓഫ് ഷെയർസ് ഫ്രം ഓപ്ഷൻസ് അത് ക്ലിയർ അല്ലേ? നമ്മൾ എത്രയാണ് അഡീഷണലി ഇഷ്യൂ ചെയ്യേണ്ടി വരാം. ഓക്കെ. ഇനി ന്യൂ ഷെയർസ് ഫ്രം കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അത് ഒരു കൺവേർഷൻ റേറ്റ് എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രിഫറൻസ് ഷെയർ 10 കോമൺ ഷെയർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ 100 പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അത് 1000 കോമൺ ഷെയർ ആക്കിയിട്ടാണ് മാറുക. ഓക്കെ, അത് ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിൽ തരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇതാ പ്രിഫറൻസ് ഷെയർസ് 7500 പ്രിഫറൻസ് ഷെയർസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് ഈച്ച് പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 10 കോമൺ ഷെയർ. ഓക്കെ, ഒരു പ്രിഫേർഡ് ഷെയർ നമുക്ക് 10 കോമൺ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 7500 പ്രിഫറൻസ് ഷെയർസ് നമുക്ക് 75,000 75,000 പ്രിഫറൻസ് കോമൺ ഷെയർസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കൺവേർട്ടിബിൾ ബോൺസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1000 ബോൺസ്. ഇത് ബോൺസിന്റെ നമ്പർ ആണ് കൊടുത്തത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള 1000 എന്ന് പറഞ്ഞാൽ ഓരോ ബോണ്ടിന്റെയും വാല്യൂ ആണ്. ഓക്കെ, ഈച്ച് ബോണ്ട് കൺവേർട്ടബിൾ ടു 10 കോമൺ ഷെയർസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ 1000 ബോണ്ടുകളിലെ എല്ലാ ഒരു ബോണ്ടിനെയും നമുക്ക് 10 കോമൺ ഷെയർസ് ആക്കി മാറ്റുമ്പോൾ പറ്റുന്ന പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1000 ബോൺസ് ഉണ്ട് ഇൻറ്റു 10 ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 ന്യൂ ഷെയർസ് ആയി മാറും. ഓക്കെ, പിന്നെ അതിന് മുന്നേ നമ്മൾ ചെയ്ത സ്റ്റാർട്ടിങ്ങിലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതിൽ ഡയറക്ട്ലി 20,000 കോമൺ ഷെയർസിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ തന്നെ ഡയറക്ട്ലി ആ നമ്പർ ഓഫ് ഷെയർസ് എടുത്താൽ മതി. ഇനിയിപ്പം അതിന് മുന്നേ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാം. കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് 20,000 ഷെയർസ് ഉണ്ട്. ഓക്കെ, 20,000 ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. ഈച്ച് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 0.25 കോമൺ ഷെയർ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 20,000 ഷെയർ ഉണ്ട്. ഓരോ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് 0.25 കോമൺ ഷെയർ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതായത് ഒരു കോമൺ ഷെയറിന് 1/4 ആവുന്നുള്ളൂ ഒരു പ്രിഫറൻസ് ഷെയർസ് വെക്കും. ഓക്കെ, അപ്പൊ 4 പ്രിഫറൻസ് ഷെയർസ് വെക്കുമ്പോഴാണ് ഒരു കോമൺ ഷെയർ ആയി മാറും. ഓക്കെ, 4 × 0.25 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക. അപ്പൊ ഈ 20,000 പ്രിഫറൻസ് ഷെയർസ് നമുക്ക് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 5,000 ഷെയർസ് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും നമ്പർ ഓഫ് കോമൺ ഷെയർസിലേക്ക് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇതാണോ ചോദിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലാണോ ഡോക്ടർ? ഇതന്നെയല്ലേ ചോദിച്ചത്? കൺവേർട്ടഡ് ടു 3 കോമൺ സ്റ്റോക്ക്. ചിലപ്പോൾ അത് ഡയറക്ട്ലി തരും. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ വെച്ചിട്ട് തരും. ഹോംവർക്ക് കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. എത്ര ട്രൈ ആൻസർ എന്ന് പറഞ്ഞു? ചെയ്ത് ശരിയാണോന്ന് അറിയില്ല. എങ്ങനെ കിട്ടില്ല? അല്ല, ട്രൈ ചെയ്തിട്ടുണ്ട്, ശരിയാണോന്ന് അറിയില്ല സർ. പിന്നെ ആ, നമ്മളെ ഡി ട്രൈ പി ചെയ്താൽ എസിന്റെ മതി. സ്റ്റെപ്പ് ആ, ഡി പി സ്റ്റെപ്പ്. എസ് സ്റ്റെപ്പ് എഴുതുമ്പോൾ ലാസ്റ്റ് നമ്മൾ എഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്തിനാ റാങ്ക് ചെയ്യണത്? അതെ, അത് റാങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഓർഡറിൽ എഴുതാന്ന് അർത്ഥം. അപ്പൊ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ആന്റി ഡയല്യൂട്ടീവ് ആയിട്ടുള്ള കേസ്, അതായത് ഇപ്പോ നമ്മളിപ്പോ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതാ ഈ ഒരു സ്റ്റെപ്പ് എഴുതാനാണ് ആ റാങ്കിങ് ഉദ്ദേശിച്ചത്. നമ്മളിവിടെ ചെയ്യുന്നതിൽ ബേസിക് ഏർണിങ്സ് പെർ ഷെയറിന്റെ താഴെ വരണം. അതായത് ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാളും ഡയലൂട്ടീവ് ആയിരിക്കണം എല്ലാ എഫക്റ്റുകളും. അതിനെക്കാളും ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാളും എന്തെങ്കിലും ഇൻക്രീസ് ആയിട്ട് വന്നാൽ ആന്റി ഡയലൂട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ കൺസിഡർ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഈ കൺവേർട്ടിബിൾ ബോൺസിന്റെ എഫക്ട് ഓഫ് ബോണ്ട് ഇവിടെ വന്നിട്ടുള്ളത് 2.5 ആണ്. ഓക്കെ, നമ്മൾ എഫക്ട് ഓഫ് ബോണ്ട് കണ്ടുപിടിച്ചപ്പോൾ 2.5 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാളും വലുതാണ്. സോ അത് ആന്റി ഡയലൂട്ടീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ന്യൂമറേറ്ററിൽ നമ്മൾ ബോണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റും എടുക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്ററിൽ എത്ര നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ആണ് അതിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടത് അതും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണ് തന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 3 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എത്ര ആൻസർ കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ബേസിക് ഏർണിങ്സ് പെർ ഷെയറും ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ. 7 basic earnings per share. ബേസിക് ഏർണിങ്സ് പെർ ഷെയർ 7, ഡയലൂട്ടഡ് 6.45. 6.45. എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ട്. അതെ, ശരിയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇവിടെ 10,000 ആണ്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം 80,000 ആണ്. കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ട് 1,000 ഷെയർസ് ഇൻറ്റു 100 പെർ ഷെയർ 10% ആണ് ഡിവിഡൻഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിഫേർഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് 1,000 ഇൻറ്റു 100 ഇൻറ്റു 10% അല്ലെ. അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുക 10,000. സോ അപ്പൊ തന്നെ നമുക്ക് ഈ നെറ്റ് ഇൻകത്തിൽ നിന്ന് ഈ പ്രിഫേർഡ് ഡിവിഡൻഡ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് IAC കിട്ടും. അതായത് 80,000 നിന്നും 10,000 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 70,000 ആണ് നമ്മൾ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർലെസ് ഉണ്ടാവും. സോ അത് ഞാൻ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. IAC നമുക്ക് കിട്ടിയത് 70,000 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് 10,000 ആണ്. അല്ലെ. അപ്പോൾ 7 ആണ് നമുക്ക് കിട്ടുന്ന ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ. ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രിഫേർഡ് കൺവേർട്ടബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതിന്റെ എഫക്ട് നോക്കുകയാണ്. സോ ഈച്ച് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 2 കോമൺ ഷെയർസ് അല്ലെ. സോ 1,000 ഷെയർസ് ഉണ്ട്. 1,000 ഷെയർസ് ഉണ്ട്. നമ്മൾ പ്രിഫേർഡ് ഡിവിഡൻഡ് എഫക്റ്റിൽ എഫക്ട് ഓഫ് പ്രിഫേർഡ് ഡിവിഡൻഡ് അല്ല എഫക്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പ്രിഫേർഡ് ഡിവിഡൻഡ് കാണാൻ നമുക്ക് ഓപ്ഷനിൽ കാൽക്കുലേറ്റ് എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ. സ്റ്റോക്ക് ഓപ്ഷൻ എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും. സ്റ്റോക്ക് ഓപ്ഷൻ ഫോർ 2,000 ഷെയർസ് അറ്റ് 20 പെർ ഷെയർ അല്ലെ. മാർക്കറ്റ് പ്രൈസ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് പ്ലസ് ന്യൂ ഷെയർസ് ഇഷ്യൂഡ്. ഇത് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടുക. ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 ഇൻറ്റു 20 അല്ലെ. 40,000 അല്ല നമുക്ക് കിട്ടണം. 40,000 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്. ഇനി നമ്പർ ഓഫ് ഷെയർസ് റീപർച്ചേസ്ഡ്. ഈ 40,000 വെച്ച് ഞാൻ മാർക്കറ്റിൽ പോയി റീപർച്ചേസ് ചെയ്യുന്നു. 25 ആണ് ആവറേജ് മാർക്കറ്റ് പ്രൈസ്. 40,000 ഡിവൈഡഡ് ബൈ 25 ചെയ്തിട്ടുണ്ടെങ്കിൽ 1,600 അല്ലേ. സോ ന്യൂ ഷെയർസ് ഇഷ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 ആണ് ആവശ്യമുള്ളത്. 1,600 റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 400 നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. സോ നമ്മളെ സ്റ്റോക്ക് ഓപ്ഷൻ എഫക്ട് IAC സെയിം തന്നെയാണ്. 70,000 IAC ഡിവൈഡഡ് ബൈ 10,000 ആണ് നമ്പർ ഓഫ് ഷെയർസ്. അതിലേക്ക് ഒരു 400 കൂടി വന്നില്ല. സോ 70,000 ഡിവൈഡഡ് ബൈ 10,400 അല്ലെ. 6.73 അല്ലേ. ഓക്കെ 6.73 എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും. ഓക്കെ അതിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ഇനി പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ എഫക്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓൺ ഡയലൂട്ടഡ് EPS. പ്രിഫേർഡ് ഡിവിഡൻഡ് എത്രയാണോ നമ്മൾ സേവ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡ് അല്ലെ. പ്രിഫേർഡ് ഡിവിഡൻഡ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് 10,000 ആണ്. കാരണം പ്രിഫേർഡ് ഡിവിഡൻഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഈച്ച് പ്രിഫറൻസ് സ്റ്റോക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ടു കോമൺ സ്റ്റോക്ക് അല്ലെ. അതായത് നമുക്കുള്ളത് ടോട്ടൽ 1,000 ഷെയർസ് ആണ്. ഒരു ഷെയർ 2 കോമൺ ഷെയർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2,000 അല്ലേ വരാം. നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡ് ഈസ് ഈക്വൽ ടു 1,000 ഇൻറ്റു 2 അതായത് 2,000 അല്ലെ. സോ ഈ 2,000 ഞാൻ ഇവിടെ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ EPS എഫക്ട് ഓഫ് ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ 5 ആണ് അല്ലെ. 5 ആണ്. അപ്പൊ നമുക്കറിയാം രണ്ടും ഡയലൂട്ടീവ് ആണ് അല്ലെ. രണ്ടും ഡയലൂട്ടീവ് ആണ്. ഇത് രണ്ടും കൺവേർട്ട് ചെയ്യപ്പെട്ട നമ്മൾ ഏർണിംഗ്സ് ഡയലൂട്ടീവ് ആവും. ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെ. ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർലെസ് പ്ലസ് സേവ്ഡ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻസ്. ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻ അതുപോലെ തന്നെ ന്യൂ ഷെയർസ് ഫ്രം പ്രിഫേർഡ് ഡിവിഡൻഡ് അല്ല പ്രിഫേർഡ് സ്റ്റോക്ക്. IAC ആദ്യം 70,000 ആയിരുന്നു.
പ്ലസ് സേവ്ഡ് പ്രിഫേർഡ് ഡിവിഡൻഡ് 10,000 ആണ് ഡിവൈഡഡ് ബൈ 10,000 സ്റ്റോക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഷെയർസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്തപ്പോൾ നമ്മളൊരു 400 സ്റ്റോക്ക് എക്സ്ട്രാ ഇഷ്യൂ ചെയ്തു. പിന്നെ പ്രിഫേർഡ് സ്റ്റോക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഒരു 2,000 ഷെയർസ് കൂടി എക്സ്ട്രാ വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ 80,000 ഡിവൈഡ് ബൈ 12,400 6.45 അല്ലേ. 6.45 ആണ് നമ്മുടെ ഡയലൂട്ടഡ് ഇൻസ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടി. ഇതന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ എത്ര കിട്ടി? Basic earnings per share 2. 2. ഓക്കെ, Diluted 1.54. 1.54. എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടി. ശരിയാണ്. ആരാധന എത്ര കിട്ടി? സർ എനിക്ക് DEPS കിട്ടിയത് 1.88. ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ 1.88 ആ. നോക്കാം. ഇവിടെ നമ്പർ ഓഫ് കോമൺ ഷെയർസ് 20,000 ആണ്. നെറ്റ് ഇൻകം 50,000 ആണ് അല്ലെ. കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് 2,000 ഷെയർസ് ആണ് അറ്റ് 50 പെർ ഷെയർ. 10% ആണ് ഡിവിഡൻഡ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പ്രിഫേർഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. പ്രിഫേർഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000 ഷെയർസ് ആണ്. 2,000 ഷെയർസ് ഇൻറ്റു 50 പെർ ഷെയർ ഇൻറ്റു 10% അല്ലേ. ഇൻറ്റു 10% ചെയ്താൽ 10,000 ആണ് നമ്മൾ പ്രിഫേർഡ് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത്. സോ എന്റെ നെറ്റ് ഇൻകം 50,000 ആണ്. നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ചെയ്തിട്ട് ഞാൻ IAC കാൽക്കുലേറ്റ് ചെയ്യുന്നു. 50,000 മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് 10,000. അങ്ങനെയാണെങ്കിൽ IAC 40,000 അല്ലേ. ഇനി ഞാൻ ഇതാ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് കോമൺ ഷെയർസ്. IAC കിട്ടിയത് 40,000 ആണ്. IAC കിട്ടിയതുള്ള 40,000 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് 20,000 ആണ്. 2 അല്ലേ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടുക അല്ലെ. ബേസിക് ഏർണിങ്സ് പെർ ഷെയർ 2 ആണ് കിട്ടിയത്. സോ ദാ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ട് ന്യൂ ഷെയർസ് ഫ്രം സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെ. സ്റ്റോക്ക് ഓപ്ഷൻ എക്സസൈസ് ചെയ്താൽ എക്സ്ട്രാ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും എന്നാണ് ചോദിച്ചത്. ഇതാ പ്രിഫറൻസ് സ്റ്റോക്ക് അവിടെ നോക്കട്ടെ. സ്റ്റോക്ക് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് 4,000 ഷെയർസ് ആണ്. അറ്റ് 10 പെർ ഷെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് മാർക്കറ്റ് പ്രൈസ് 16 ആണ് അല്ലെ. സോ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 4,000 ഇൻറ്റു 10 അല്ലെ. 4 ലാക്ക് ആണ്. 4,000 ഇൻറ്റു 10 40,000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. ഇനി നമ്പർ ഓഫ് ഷെയർസ് റീപർച്ചേസ്ഡ്. നമ്പർ ഓഫ് ഷെയർസ് റീപർച്ചേസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 ഡിവൈഡഡ് ബൈ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 16 ആണ്. 40,000 ഡിവൈഡ് ബൈ 16 ചെയ്തിട്ടുണ്ടെങ്കിൽ 2,500 അല്ലെ. 2,500 ആണ് നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് അല്ലെ 4,000 ആണ് നമുക്ക് വേണ്ടത്. മൈനസ് നമ്മൾ റീപർച്ചേസ് ചെയ്ത് 2,500. അങ്ങനെയാണെങ്കിൽ 1,500 ആണ് ന്യൂ ഷെയർസ് ഫ്രം സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെ. ഇതാ സെക്കൻഡ് കിട്ടി. ഇനി തേർഡ് EPS എഫക്ട് ഓൺ സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെ. ഈ സ്റ്റോക്ക് ഓപ്ഷന്റെ ആ നമ്പർ ഓഫ് ഷെയർസും കൂടി വന്നാൽ നമ്മുടെ EPS എന്ത് എഫക്ട് ആണ് വരുന്നത്? ഇതാ നമ്മുടെ എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് ന്യൂ ഷെയർസ് ഇഷ്യൂഡ്. IAC 40,000 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 20,000 ആദ്യമേ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. അതിലേക്ക് ഞാൻ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തത് ഇപ്പം 1,500 അല്ലെ. അങ്ങനെയാണെങ്കിൽ 40,000 ഡിവൈഡഡ് ബൈ
40,000 divided by 21,500. 1.86 അല്ലേ? എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി EPS എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ കിട്ടി. ഇനി EPS എഫക്ട് ഓഫ് ബോണ്ട് അല്ലേ? EPS എഫക്ട് ഓൺ ബോണ്ട്, കൺവേർട്ടിബിൾ ബോണ്ടിന്റെ മുകളിൽ EPSന്റെ എഫക്ട് എന്താണ്? സോ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡ് അല്ലേ? ഇതാ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബോണ്ടിൻ്റെത് പ്രിഫറൻസ് ഷെയർ ബോണ്ട്, കൺവേർട്ടിബിൾ ബോണ്ട് 500 ബോണ്ട് ഉണ്ട് അല്ലെ? ഇൻറ്റു 1000 ആണ് ഫേസ് വാല്യൂ, 4% ആണ് ഇൻട്രസ്റ്റ്. സോ ഞാൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 500 ബോണ്ട്സ് ഉണ്ട്, 500 ബോണ്ട്സ് ഉണ്ട് ഇൻറ്റു 1000 ആണ് ഫേസ് വാല്യൂ, 1000 ആണ് ഫേസ് വാല്യൂ, 4% ആണ് ഇൻട്രസ്റ്റ് അല്ലെ? 500 ഇൻറ്റു 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ 5 lakh ആണ് കിട്ടുക. അതിന്റെ 4% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 20,000. സോ ന്യൂമറേറ്ററിൽ കണ്ട ഇൻട്രസ്റ്റ് കിട്ടി. ഇനി നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡ്, നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ്. ഇനി ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈച്ച് ബോണ്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 20 കോമൺ ഷെയർസ് അല്ലെ? 20 കോമൺ ഷെയർസ്. 500 ബോണ്ട്സ് ഉണ്ട്, ഒന്ന് 20 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 500 ഇൻറ്റു 20 10,000 ഷെയർസ് ആക്കിയിട്ട്, 10,000 ഷെയർസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ന്യൂമറേറ്റർ കിട്ടി, ഡിനോമിനേറ്റർ കിട്ടി. ഇനി ഞാനിതാ EPS എഫക്ട്, EPS എഫക്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് മുകളിൽ, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇവിടെ 20,000 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് 10,000 ആണ്. ഇതാ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 30% ആണ്. സോ 20,000 നിന്നും 30% ലെസ് ചെയ്യുന്നു, 14,000 ഡിവൈഡഡ് ബൈ 10,000 അല്ലേ? സോ 1.4 ആണ് എഫക്റ്റ്. ഡയലൂട്ടീവ് അല്ലേ? ഡയലൂട്ടീവ് ആണ് അല്ലേ? ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കുറവാണ്. EPS എഫക്ട് ഓൺ ബോണ്ട് കിട്ടി, അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി EPS എഫക്ട് ഓൺ പ്രിഫേർഡ് സ്റ്റോക്ക് അല്ലെ? പ്രിഫേർഡ് സ്റ്റോക്കിന്റെ എഫക്ട് കൂടി കാണാം. EPS എഫക്ട് ഓൺ പ്രിഫേർഡ് സ്റ്റോക്ക്, EPS എഫക്ട് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്ക് ഓൺ EPS. നമുക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് divided by number of common shares converted. ഓക്കെ, ഇനി നമ്മുടെ പ്രിഫേർഡ് ഡിവിഡൻഡ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10,000 ആണ്. 2,000 ഇൻറ്റു 50 ഇൻറ്റു 10%, 10,000 ആണ് നമ്മൾ ന്യൂമറേറ്റർ, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് അല്ലേ? ഈച്ച് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 5 കോമൺ ഷെയർസ് അല്ലെ? 2,000 ഷെയർസ് ഉണ്ട്, നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് 2,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 10,000 കോമൺ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 10,000 അല്ലെ? 1 ആണ് കിട്ടുക എഫക്ട്. ഡയലൂട്ടീവ് അല്ലേ? ഡയലൂട്ടീവ് ആണ്. സോ അവസാനം ഞാൻ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ അല്ലെ? IAC പ്ലസ് പ്രിഫേർഡ് ഡിവിഡൻഡ് പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് അല്ലെ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്, പ്ലസ് ഓപ്ഷൻസ് ഇല്ലേ ഇതില്? ഓപ്ഷൻസ് ഇല്ലേ? ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻസ് പ്ലസ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് ഫ്രം ബോണ്ട് പ്ലസ് number of common share converted from
പ്രിഫേർഡ് ഷെയർ അല്ലേ. IAC 70,000 അല്ലേ, 70,000 ആണ്. പ്രിഫേർഡ് ഡിവിഡന്റ് 10,000 ആണ് അല്ലേ. 40,000. ഓക്കെ ഓക്കെ, നേരത്തെ ദിവസമാണ് സാറി. IAC 40,000 ആണ്. പ്രിഫേർഡ് ഡിവിഡന്റ് 10,000 ആണ്. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ആയിട്ട് 14,000 അല്ലേ. 14,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. ആദ്യം 20,000. 20,000. 20,000 പ്ലസ് ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻസ് അല്ലേ, 1,500 അല്ലേ നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത്, പ്ലസ് നമ്പർ ഓഫ് കൺവേർട്ടഡ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഫ്രം ബോണ്ട്സ് അല്ലേ. ബോണ്ട് നമ്മൾ 10,000 ആണ്. 10,000. 10,000 ആണ്. പ്ലസ് പ്രിഫറൻസ് ഷെയർസ് 10,000 അല്ലേ. അങ്ങനെയാണെങ്കിൽ 20,000 പ്ലസ് 1,500 പ്ലസ് 10,000 പ്ലസ് 10,000 41,500 ആണ് നമ്മുടെ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറിലെ നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡഡ് ബൈ 40, 50, 64,000 അല്ലേ. അപ്പോൾ 64,000 ഡിവൈഡഡ് ബൈ 41,500 ചെയ്താൽ 1.54 കിട്ടും അല്ലേ. ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 1.54. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി ഇത് നമ്മൾ ചെയ്ത് ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടി. ഇതിന്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇതിന് പിന്നിൽ എന്താ ആക്ച്വലി സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആദ്യം നമ്മുടെ നെറ്റ് ഇൻകം 50,000 ആയിരുന്നു അല്ലെ. 50,000 ആയിരുന്നു നമ്മൾ നെറ്റ് ഇൻകം. സോ ഈ ബിഫോർ കൺവേർഷനും ബിഫോറും ആഫ്റ്ററും ഒന്ന് ഞാൻ കാണിച്ചു തരാം. എഴുതണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ EBIT 91,428 ആയിരുന്നു ബിഫോർ ആണ്. ഓക്കെ, മൈനസ് ഇൻട്രസ്റ്റ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതി ബോണ്ട്. ഞാൻ എത്രയാണ് ബോണ്ടിന് ആദ്യം ഇൻട്രസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നത്? 20,000 അല്ലേ. 20,000 അങ്ങനെയാണെങ്കിൽ എന്റെ EBT 91,428 മൈനസ് ആരാധനയ്ക്ക് ഇവിടെ തെറ്റിപ്പോയത് നേരത്തെ ചോദിക്കാൻ. കൺവേർട്ടബിൾ ബോൺസ്, നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടബിൾ ബോൺസ് അവിടെ തെറ്റിയിരുന്നു. ഇവിടെ മാറിപ്പോയി. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അല്ലേ അല്ല, അല്ല. അതൊന്നുകൂടി പറഞ്ഞുതരും. ആ എമൗണ്ട് മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. നമ്പർ ഓഫ് ബോണ്ട് കൺവേർട്ട് ചെയ്തതാ. ആ, ന്യൂമറേറ്റേഴ്സ് ഒക്കെ ശരിയാണ്. ഡിനോമിനേറ്റർ ആദ്യത്തെ 3 ശരി, ലാസ്റ്റ് 1 മാത്രം. ലാസ്റ്റ് വൺ ഞാൻ രണ്ടും പറഞ്ഞു, ബോണ്ടും പ്രിഫറൻസിയേഴ്സും പറഞ്ഞുതരാം. പ്രിഫറൻസിയേഴ്സ് പറഞ്ഞത് കിട്ടി. കിട്ടി, ബോണ്ടാണ് അല്ലെ. ബോണ്ട് സിമ്പിൾ അല്ലേ. 500 ബോണ്ട്സ് ഉണ്ട്. ഓക്കെ, 500 നമ്പർ ഓഫ് ബോണ്ട്സ് ഉണ്ട്. ഒരു ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,000 ആണ്. നമുക്ക് വാല്യൂ വേണ്ട, നമുക്ക് നമ്പർ ഓഫ് ബോണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് പറയുന്നത്. കൺവേർഷൻ റേറ്റ് പറഞ്ഞത് ഇതാ, ഈച്ച് ബോണ്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു 20 കോമൺ ഷെയർസ്. ഓക്കെ, അതായത് ഒരു ബോണ്ട് നമുക്ക് 20 കോമൺ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോണ്ട് 20 കോമൺ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 500 ബോണ്ടോ. ഓക്കെ, അപ്പുറത്ത് ഇൻറ്റു 500 ചെയ്താൽ മതി. 20 ഇൻറ്റു 500. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10,000 ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. 10,000 കോമൺ ഷെയർസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനറിയാണ്ട് കൺവേർട്ടഡ് ഇൻറ്റു 5 കോമൺ ഷെയർസ് ഇല്ല, 5 എടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തത് ബിഫോർ ആണ്. ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ഒരു ഇതാണ് ഞാൻ കാൽക്കുലേറ്റ് ഇവിടെ പറഞ്ഞത്. 91,428 അല്ലേ. അപ്പം ഇതിന്റെ EBT 71,428 അല്ലേ. ഞാനത്തെ ടാക്സ് അടിക്കണം. ടാക്സ് നമ്മള് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 40 അല്ലേ, 30 ആണ്. 30 ആണല്ലേ. ഓക്കെ, 30%.
into 30% ചെയ്താൽ ടാക്സ് 30% ചെയ്തിട്ടുണ്ടെങ്കിൽ 21,428 കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു 0.4 ഉണ്ട്, നമുക്ക് വേണ്ട. -71,428 ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 കിട്ടും അല്ലെ. നമ്മളെ നെറ്റ് ഇൻകം 50,000 ആണ്. എന്നിട്ട് പ്രിഫേർഡ് ഡിവിഡൻഡ് എത്ര കൊടുക്കേണ്ടത്? ബിഫോർ ആണ്, ബിഫോർ കൺവേർട്ട് ചെയ്തിട്ടില്ല. പ്രിഫേർഡ് ഡിവിഡൻഡ് 10,000 അല്ലേ? 10,000. അങ്ങനെയാണെങ്കിൽ ഐ എ സി ഇവിടെ 40,000 ആണ് അല്ലെ. നമ്മളെ ബിഫോർ ആണ്, ബേസിക് ഏർണിങ്സ് പെർ ഷെയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഐ എ സി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇവിടെ ചെയ്തു. നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആദ്യം 20,000 അല്ലേനോ അല്ലെ. അപ്പം കിട്ടിയതാണ് നമ്മുടെ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ, അതായത് 2 അല്ലെ. ഇനി ഇതൊക്കെ കൺവേർട്ട് ചെയ്തു എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിഫോറിന് ആഫ്റ്ററിലേക്ക് പോകുമ്പോൾ എല്ലാ ഐറ്റംസും കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ നമ്മളെ നമ്പർ ഓഫ് കോമൺ ഷെയർസ് എന്തായാലും 41,500 ആവും അല്ലെ. കാരണം 20,000 ആദ്യം ഉണ്ട്, 1,500 നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ വഴി പുതിയത് ഇഷ്യൂ ചെയ്തത്, പ്ലസ് 10,000 കോമൺ കൺവേർട്ടിബിൾ ബോൺസ് വഴി വന്നത്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് വഴി വന്നത് 10,000 അല്ലെ. സോ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് 20,000 നിന്നും 41,500 ഇൻക്രീസ് ആയി നമുക്ക് ഷുവറാണ് അല്ലെ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇ വി ടി സെയിം തന്നെയാണ്. ഇതാ 91,428. എത്ര ഇൻട്രസ്റ്റ് എടുത്തിന്റെ ആഫ്റ്റർ ഒക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്? ഒന്നും അടയ്ക്കണ്ട. ഒന്നും അടിക്കണ്ട അല്ലെ. ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇനി ബോണ്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 91,428 കംപ്ലീറ്റ് ഇ ബി ടി എഴുതും അല്ലെ. സോ ഞാൻ എത്ര ടാക്സ് അടിക്കണം? 27,428. 27,428. ഓക്കെ, -91,428 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 63,000 91,428 -30% ചെയ്തിട്ടുണ്ടെങ്കിൽ 64,000 അല്ലേ കിട്ടാം. 64,000 നെറ്റ് ഇൻകം വന്നിട്ടുള്ളത് 64,000 ആണ്. ഇതാ പ്രിഫേർഡ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടോ? പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുക്കണം, കാരണം പ്രിഫറൻസ് ഷെയർസ് ഇനിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ 64,000 കംപ്ലീറ്റ്ലി നമ്മുടെ ഐ എ സി ആയി മാറിയില്ലേ അല്ലെ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇപ്പൊ ഡയലൂട്ടഡ് ആയി. ഓക്കെ, ഡയലൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ നമ്പർ ഓഫ് കോമൺ ഷെയർസ് എത്ര? 41,500. അല്ലെ. 20,000 ആദ്യം ഉണ്ട്, പിന്നെ 1,500 സ്റ്റോക്ക് ഓപ്ഷൻ ഇഷ്യൂ ചെയ്ത്, പിന്നെ കൺവേർട്ടിബിൾ ബോണ്ട് പോയി 10,000, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് പോയി 10,000 അല്ലെ. ഇതാ 41,500 നമ്പർ ഓഫ് ഷെയർസ്, 41,500 അല്ലെ. ഇതൊന്ന് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അല്ലെ, 64,000 ഡിവൈഡഡ് ബൈ 41,500 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.54 ആണ് കിട്ടുക. ഇതല്ലേ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ അല്ലെ. സോ ബിഹൈൻഡ് എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അല്ലെ. വാട്ട് ഇഫ് ഈ ഇൻട്രസ്റ്റും പ്രിഫേർഡ് ഡിവിഡൻഡ് ഒന്നും ഇല്ല അല്ലെ, നമ്പർ ഓഫ് ഷെയർസ് കൂടി, കുറച്ച് എക്സ്ട്രാ ഐ എ സിയും കൂടും, നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൂടി അല്ലെ, നമ്മുടെ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ എത്രത്തോളം കുറയാൻ ചാൻസ് ഉണ്ട്? വാട്ട് ഇഫ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ടോ താഴെ. എഴുതിയായിരുന്നോ? ഇല്ലല്ലോ. ആഫ്റ്റർ ഡയല്യൂഷൻ
ആരാധന ഡിഗ്രീന്റെ എക്സാം കഴിഞ്ഞോ? എലക്ഷൻ കാരണം മെയ് 7-ാം തീയതിക്ക് മാറ്റി. ഓക്കെ ഓക്കെ. ഇതായിരുന്നല്ലേ? എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇപ്പം ചെയ്ത പോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എംസിക്യും ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാ. നെറ്റ് ഇൻകം 1 lakh, bond 100 bond, 1000 face value, 8% interest, comma, each bond can be converted into 20 common shares. Common shares. Tax 30%. അടുത്തത് preferred stock. Preferred stock 2,500 shares. 2,500 shares at 50 per share, comma, 10% dividend. Each preferred share can be converted into 3 common shares. In stock option. Stock option 1,000 shares at 10 per share. Average market price is equal to 16. Okay. Number of common shares 43,750. 43,750. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ്. ഇനി റിക്വയർമെന്റ് ചെയ്യാൻ വേണ്ട കാൽക്കുലേറ്റ് ബേസിക് EPS. Second, EPS effect of stock option.
തേർഡ് EPS effect of bond. നാല് EPS effect of preferred stock. Fifth, diluted earnings per share. ആദ്യം ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റോക്ക് ഓപ്ഷൻ എഫക്ട് നോക്കുക, ഡയലൂട്ടീവ് ആണോ നോക്കുക, എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും. ബോണ്ടിനെ നോക്കുക, പ്രിഫറൻസിനെ നോക്കുക, എന്നിട്ട് അവസാനം ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യും. കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? Sir, anti-dilutive ഏതാണ് ആന്റി ഡയലൂട്ടീവ്? bond എത്ര കിട്ടുന്ന എഫക്ട്? 2.8 8. ആണ്. ആന്റി ഡയലൂട്ടീവ് ആണ്. സോ അത് എന്ത് ചെയ്യുന്ന ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് എടുക്കണ്ട. അത് ഇത് ഒഴിവാക്കിയിട്ടുള്ള ഐറ്റംസ് എടുത്താൽ മതി.
സർ ഇപ്പോ ഇങ്ങനെ പ്രോബ്ലത്തിൽ ആന്റി ഡയറക്റ്റീവ് വരുമ്പോ അത് മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ കാണാം അല്ലേ? പക്ഷെ വളരെ റയർ കേസാണ്, പ്ലെയിൻലി വരുന്നത്. ഞാൻ അപ്പോൾ ചെയ്യണത് ഈ ഒരു ആന്റി ഡയറക്റ്റീവ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. MCQയിൽ വരാൻ ചാൻസ് കുറവാണ് ആന്റി ഡയറക്റ്റീവ്. തീരെ വരില്ല എന്നല്ല, ചാൻസ് കുറവാണ്. ഫൈനൽ കിട്ടിയോ? ഡയലൂട്ടഡ് എത്ര കിട്ടി? 1.93. 1.93. ശരിയാണ്. $1.93. ശരിയാണ്. ആരല്ല? സർ ഒരു മിനിറ്റ്. ഇങ്ങനെ കിട്ടില്ല, വോയിസ് കേട്ടോ. അല്ല, ഒരു മിനിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കിട്ടിയില്ല കിട്ടിയില്ല, എന്താണ് പറഞ്ഞത്? ആന്റി ഡയലൂട്ടി വന്നാൽ എന്താ ചെയ്യാന്നാണോ? അല്ല, ചെയ്യാണ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, ശരി ശരി.
നിങ്ങളെ ഷെഡ്യൂൾ ഞാൻ മാക്സിമം നാളെ തരാം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റായിട്ടാണ്. ഇപ്പൊ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു സെപ്റ്റംബറിന്റെ മുന്നേ, അതായത് ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ റിവിഷൻ ചെയ്തിട്ട് ഒക്ടോബർ ലാസ്റ്റ് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എക്സാം എഴുതാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുള്ള എല്ലാവരും റെഡിയാണോ? അപ്പൊ ഇതിപ്പോ ഏപ്രിൽ, ഇനിയിപ്പോ ഒരു ഏപ്രിൽ 15 ആകുമ്പോൾ കഴിയും. പിന്നെ സെക്ഷൻ സി മെയ് ലാസ്റ്റ്, ജൂൺ, ജൂലൈ, ഈസി ആയിട്ട് കഴിയും. വലിയ സീനൊന്നുമില്ല. വേറെ സെപ്പറേറ്റ് ലാഗ് ഒന്നും വരാഞ്ഞാൽ കഴിയേണ്ടതാണ്. പിന്നെ ചിലപ്പോ ഞാൻ ഈ സെക്ഷനും കൂടി ഉണ്ടാവുള്ളൂ, ഉറപ്പായിട്ടില്ല. ഞാൻ ഈ ഒരു വീക്കിനുള്ളിൽ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സെക്ഷൻ എടുത്താൽ എടുക്കുന്ന മതി. ആഗ്രഹമുണ്ട്, എല്ലാ സെക്ഷൻ എടുത്തു നിന്നത്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എനിക്ക് ഈ ടൈമിംഗ് ഒരു ഇത് കിട്ടുന്നില്ല. ഇനിയിപ്പോ ഓഫ്ലൈൻ ക്ലാസ് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ അതിന്റെ രണ്ടും കൂടിയും കൊണ്ടുപോകാൻ ഉറപ്പായിട്ടില്ല. ഞാനൊരു 1 വീക്കിനുള്ള എന്തായാലും കൺഫർമേഷൻ തരാം. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യും ഞങ്ങൾക്ക് എടുത്തരാൻ വേണ്ടി. സർ ഓഫ്ലൈൻ പോണ്ട, ഞങ്ങൾക്ക് വന്നാൽ മതി. ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെല്ലാം എഫേർട്ട് ഇട്ടുകൊണ്ട് പെട്ടെന്ന് പാസ്സായി കാണുന്ന ആഗ്രഹമുണ്ട്. ഞാൻ മാക്സിമം നോക്കണേ. ഓക്കെ, ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. അതെ, അപ്പൊ ഒരു ഓഗസ്റ്റ് ലാസ്റ്റിനുള്ളിൽ ക്ലാസ് കഴിയുന്നുണ്ടെങ്കിൽ, കഴിയേണ്ടതാണ്. അതിന്റെ കറക്റ്റ് ഷെഡ്യൂൾ ഞാൻ അയച്ചുതരാം നാളെ. മാക്സിമം ഒരു 2 മാസം കിട്ടിയാൽ മതി റിവിഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആ റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടേണ്ടി വരാതിരിക്കാൻ ഇപ്പോഴേ ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കുക. ഇപ്പൊ റേഷ്യോ കഴിയുമ്പോൾ വീണ്ടും ബാക്കിലോട്ടൊന്ന് പോവാം, സെക്ഷൻ ഇ ഒന്ന് പഠിക്കാം. പിന്നെ അടുത്ത സെക്ഷൻ ആയിട്ട് എല്ലാം ഇങ്ങനെ പഠിച്ച് ഷോർട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി പോയിട്ട് ആ ബുദ്ധിമുട്ടില്ലാണ്ട് എക്സാം വരാൻ പറ്റും. നിങ്ങൾക്ക് എത്ര എക്സാംസ് ഒക്കെ വരുന്നത് പ്രൊഫഷണൽ മെമ്പർഷിപ്പിന്? 30 40? എന്തായാലും അത്രയൊക്കെ വരും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. മാക്സിമം സിലബസ് കവർ ചെയ്യുക. നമ്മൾ പഠിക്കാഞ്ഞിട്ട് കുറച്ചുകൂടി പഠിക്കണേന്നുള്ളൊരു തോട്ട് വരരുത്. ഓക്കെ, അത് മാത്രം. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും ഇറ്റ് ഡെസ്റ്റിനി, അതിനെ വെറുതെ വിടാം. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ ജയിക്കും. അതാണ് കണക്ക്. നമുക്കൊരു റിഗ്രറ്റ് വരരുത്. കുറച്ചുകൂടി പഠിക്കാനും കുറച്ചുകൂടി റിവിഷൻ ചെയ്യാനും ഷോർട്ട് നോട്ടൊക്കെ കുറച്ച് മുന്നേ ഉണ്ടാക്കിനി എന്നുള്ള ഒരു റിഗ്രറ്റ് വരാക്കാൻ ഫ്രണ്ടേ ചെയ്ത് പോയാൽ. സോ ഇതാ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ. നെറ്റ് ഇൻകം 1 lakh ആണ്. ബോണ്ട് 100 bond, 1000 face value, 8% interest. Each bond can be converted into 20 common shares. Tax 30% ആണ്. Preferred stock 2000 shares at 50 per share, 10% dividend. Each preferred share can be converted into 3 common shares. So ഞാൻ ആദ്യം preferred dividend കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. എനിക്ക് IAC കിട്ടണം. സോ 2500 shares into 50 per share into 10%. അങ്ങനെയാണെങ്കിൽ 2500 into 50 into 10% ചെയ്താൽ 12,500 ആണ് നമ്മുടെ പ്രിഫേർഡ് ഡിവിഡൻഡ്. ഓക്കെ, സോ നെറ്റ് ഇൻകം 1 lakh ആണ്. ഞാൻ അതിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻഡ് ലെസ് ചെയ്തു 12,500. അങ്ങനെയാണെങ്കിൽ 1 lakh ലെസ് ചെയ്താൽ 87,500 ആണ് എൻ്റെ IAC. ഓക്കെ, ഇനി ഞാൻ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. Basic earnings per share is equal to income available for common shareholders divided by number of common shares. Number of common shares. IAC 87,500 divided by number of common shares ഇവിടെ 43,750 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ 43,750 ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടും അല്ലെ? ബേസിക് ഏർണിങ്സ് പെർ ഷെയർ 2 ആണ്. ഇനി എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ. സ്റ്റോക്ക് ഓപ്ഷൻ എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും. സ്റ്റോക്ക് ഓപ്ഷൻ 1000 ഷെയർസ് ആണ്. 10 ആണ് ഒരു ഷെയറിന്റെ പ്രൈസ്. എക്സസൈസ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് 16 ആണ്. ഓപ്ഷൻ എഫക്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ 1000 into 10 ആണ്, അഥവാ 10,000. നമ്പർ ഓഫ് ഷെയർസ് റീപർച്ചേസ്ഡ്
നമ്പർ ഓഫ് ഷെയർസ് റീപർച്ചേസ്ഡ് 10,000 ഡിവൈഡഡ് ബൈ 16 അല്ലെ 10,000 ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ 10,000 ഡിവൈഡ് ബൈ 16 ചെയ്താൽ 625 കിട്ടും. 625 ഷെയർസ് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയത് ഇഷ്യൂ ചെയ്യേണ്ടത് ന്യൂ ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ 1000 മൈനസ് 625 ആണ്. അതായത് 375. സോ 375 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടി വരും. സോ എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻ. IAC ഇവിടെ 87,500 ആണ്. നമ്പർ ഓഫ് കോമൺ ഷെയർസ് 43,750 പ്ലസ് 375. അങ്ങനെയാണെങ്കിൽ 87,500 ഡിവൈഡ് ബൈ 43,750 പ്ലസ് 375 വരുന്നെങ്കിൽ 44,125 ചെയ്ത പ്ലസ് 87,500 ഡിവൈഡ് ബൈ മാസി 1.98 അല്ലെ. ഇതാണ് 1.98 ആണ് എഫക്ട് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെ. എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും, കാരണം IACയിൽ എഫക്ട് ഒന്നും വരില്ല. ഡിനോമിനേറ്റർ കൂടുമ്പോൾ എന്തായാലും വാല്യൂ കുറയും. സോ എഫക്ട് എന്ന് പറഞ്ഞാൽ 1.98 ആണ്. അത് കിട്ടി. ഇനി എഫക്ട് ഓഫ് EPS എഫക്ട് ഓഫ് ബോണ്ട് അല്ലെ. ബോണ്ടിന്റെ ഡീറ്റെയിൽസ് 100 ബോണ്ട്സ് ആണുള്ളത്. 1000 ആണ് ഫേസ് വാല്യൂ. ഈച്ച് ബോണ്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 20 കോമൺ ഷെയർസ്. ഓക്കെ, ടാക്സ് റേറ്റ് 30% ആണ്. സോ എഫക്ട് ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് അല്ലെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ്. ബോണ്ടിന്റെ ടോട്ടൽ വാല്യൂ 100 ആണ്. ഇൻറ്റു 1000 ഫേസ് വാല്യൂ ഇൻറ്റു 8% ചെയ്തിട്ടുണ്ടെങ്കിൽ 8,000 ആണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ഇൻറ്റു 1000 ഇൻറ്റു 8%. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 8,000 കിട്ടും. ഇനി നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈച്ച് ബോണ്ട് ക്യാൻ ബി കൺവേർട്ടഡ് ടു 20 കോമൺ ഷെയർസ് അല്ലെ. 100 ബോണ്ട്സ് ആണുള്ളത് അല്ലെ ഇൻറ്റു 20 2000 ഷെയർസിലേക്കാണ് വരിക അല്ലെ. സോ നമുക്ക് ന്യൂമറേറ്റർ കിട്ടി, ഡിനോമിനേറ്റർ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 8,000 മൈനസ് 30 അല്ലെ 30% ആണ് ടാക്സ് റേറ്റ്. 8,000 മൈനസ് 30% അല്ലെങ്കിൽ 8,000 ഇൻറ്റു 70% ഡിവൈഡഡ് ബൈ 2,000 അല്ലെ. സോ നമുക്ക് 8,000 മൈനസ് 30% ചെയ്താൽ 5,600. 5,600 ഡിവൈഡഡ് ബൈ 2,000 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2.8 ആണ് അല്ലെ. ഈ 2.8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാളും അല്ലെങ്കിൽ അതിന്റെ മുമ്പേ നമ്മൾ കണ്ടുവച്ച ഇന്റർമീഡിയറ്റ് EPSനെക്കാളും ഒക്കെ വലുതാണ് അല്ലെ. സോ എന്തായാലും ഈ ഒരു എഫക്റ്റ് നമ്മളെ ബേസിക് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആന്റി ഡയലൂട്ടീവ് ആയിരിക്കും. സോ അപ്പോൾ ഈ എഫക്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അത് ആന്റി ഡയലൂട്ടീവ് ആണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്തൊക്കെയാ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ IAC പ്ലസ് ഇതിന്റെ എഫക്ട് മാത്രമാണ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഓക്കെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് ഷെയർസ് കൺവേർട്ടഡ് ഫ്രം ബോൺസ്. ഓക്കെ, ഞാൻ ഒന്ന് തെളിവിന് വേണ്ടി ഇതാ IAC ആദ്യം 87,500 ആണ്. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് ഈ ഒരു ബോണ്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഏർണിങ്സ് കൂടോ കുറയോ എന്നുള്ള ഒരു തെളിവാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത്. സോ 87,500 അതിലേക്ക് വരാൻ പോണ ന്യൂമറേറ്ററിലേക്ക് വരാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഇൻ 1 മൈനസ് ടാക്സ് റേറ്റ് ആയിട്ടുള്ള 5,600 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് 43,750 പ്ലസ് 2,000 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാ 87,500 പ്ലസ് 5,600 ചെയ്താൽ 93,100 കിട്ടും. ഡിവൈഡഡ് ബൈ 43,750 പ്ലസ് 2,000 ചെയ്തിട്ടുണ്ടെങ്കിൽ
5750 കിട്ടില്ലേ? ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 93,100 ഡിവൈഡ് ബൈ MRC ചെയ്താൽ 2.03 കിട്ടുക. 2.0349 എന്നൊക്കെ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ എഫക്ട് ഇതിലേക്ക് കൊണ്ടുവന്നാലും ആന്റി ഡയലൂട്ടീവ് അല്ലെ? ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാട്ടിക്ക് വലുതാണ്, ഇതിനെക്കാട്ടും വലുതാണ് 2.3. ഓക്കെ, അതിനാണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഈ എഫക്ട് കണ്ടുപിടിച്ച് പോകുന്നത്. ഓക്കെ, സ്റ്റോക്ക് ഓപ്ഷൻ എന്തായാലും നമുക്കറിയാം ന്യൂമറേറ്റർ ഒന്നും ബാധിക്കുന്നില്ല, IAC ഒന്നും വരുന്നില്ല, ഈ ഡിനോമിനേറ്റർ മാത്രമേ കൂടുന്നുള്ളൂ. എന്തായാലും ഡയലൂട്ടീവ് ആയിരിക്കും, കാരണം നമ്മൾ ഏർണിങ്സ് എന്തായാലും കുറയും ഡിനോമിനേറ്റർ കൂടുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഷെയർസ് കൂടുകയാണെങ്കിൽ. സോ റയർ കേസിൽ ഇങ്ങനെ വരാം. ഓക്കെ, ഇങ്ങനെ വരും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ MCQ ചാൻസ് കുറവാണ്, ജസ്റ്റ് എന്നാലും മനസ്സിലാക്കിയിട്ട്. ഓക്കെ, ഈ എഫക്ട് 2.8 ആന്റി ഡയലൂട്ടീവ് ആണെങ്കിൽ ഈ ഒരു എഫക്ട് നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിൽ കൊണ്ടെത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ആന്റി ഡയലൂട്ടീവ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ തെളിയിച്ചില്ലേ? ഓക്കെ, ഈ ഒരു ഇൻട്രസ്റ്റ് ഇൻ 1 - ടാക്സ് റേറ്റും നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡും നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആന്റി ഡയലൂട്ടീവ് ആണ്. ഓക്കെ, ആന്റി ഡയലൂട്ടീവ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണ്ട, ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിന്റെ കാൽക്കുലേഷനിൽ എടുക്കണം. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? നമ്മൾ ഏർണിങ്സ് എത്രത്തോളം കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കൺവേർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏർണിങ്സ് കൂടാനാണ് ചാൻസ്. സോ എന്തിനാണ് ഡയലൂട്ടഡ് എടുക്കുന്നത് അല്ലേ? വേണ്ട. സോ EPS എഫക്ട് ഓഫ് ബോണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് 2.8 ആണ്. സോ അത് കിട്ടി. ഇനി EPS എഫക്ട് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്ക്. ഇതാ പ്രിഫേർഡ് സ്റ്റോക്കിന് പറഞ്ഞിട്ടുള്ളത് 2500 ഷെയർസ് ഇൻറ്റു 50 പെർ ഷെയർ ഇൻറ്റു 10%. പ്രിഫേർഡ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയത് 12,500 ആണ്. ഇനി എത്ര നമ്പർ ഓഫ് ഷെയർസിലേക്കാണ് വരുന്നത് നോക്കാം. ഇതാ ഈച്ച് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു 3 കോമൺ ഷെയർസ് അല്ലെ? 2500 ഷെയർസ് ഉണ്ട്, ഇൻറ്റു 3 7,500 ആയി മാറും. Effect of preferred stock. Preferred dividend divided by number of shares converted. Number of shares converted. The preferred dividend 12,500 അല്ലേ? എത്രയും 12,500 ആണ്. Divided by number of shares converted. The number of shares converted 7,000. 2,500 ആണ്. 2,500 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 7,500 കോമൺ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. കോമൺ ഷെയർസ്. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 7,500 അല്ലെ? 12,500 പ്ലസ് 7,500 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.66 അല്ലെ? 1.66 ഡയലൂട്ടീവ് അല്ലേ? ഡയലൂട്ടീവ് ആണ്. സോ ഞാൻ ഫൈനലി ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, IAC പ്ലസ് പ്രിഫേർഡ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് വേണോ? ഇൻട്രസ്റ്റ് വേണ്ട. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് വേണ്ട, ഞാനത് ആന്റി ഡയലൂട്ടീവ് ആയിട്ട് ഒഴിവാക്കി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് divided by number of common shares plus new shares from option. New shares from options plus new shares from preferred stock. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റും അതുപോലെ തന്നെ ന്യൂ ഷെയർസ് ഫ്രം ബോണ്ടും ആന്റി ഡയലൂട്ടീവ് ആണെന്നാണ് ഞാനത് എടുക്കാത്തത്. ഓക്കെ, സോ IAC എന്ന് പറഞ്ഞ IAC എത്രയായിരുന്നു? 40,000. 87,500. 87,500 plus preferred dividend 12,500 divided by number of common shares 43,750 അല്ലേ? അതെ. പിന്നെ ന്യൂ ഷെയർസ് ഫ്രം ഓപ്ഷൻസ് 375 അല്ലേ? 375 പ്ലസ് പ്രിഫേർഡ് സ്റ്റോക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7,500. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ 1 lakh divided by 43,750 plus 375 plus 7,500 51,626. 1 lakh divided by 51,625 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.93 കിട്ടും അല്ലെ? 1.93 ആണ് നമ്മുടെ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ. എന്താ അവസ്ഥ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പിന്നെ ആരാധന ചോദിച്ചില്ലേ എന്തിനാ നമ്മൾ റാങ്ക് ചെയ്തതെന്ന്?
ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതിലുള്ള ഒരു റാങ്കിങ് ആണ്, അതിലൊരു സ്റ്റെപ്പാണ് റാങ്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ ഉള്ള രീതിയിൽ ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടുക, പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റിൽ മേ ബി നിങ്ങൾക്ക് നമ്മുടെ ഈ വലിയ ഇക്വേഷൻ കാണാൻ പറ്റിക്കോളുന്നില്ല. ഓക്കെ, ടെക്സ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ എഫക്റ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ 1.66 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 1.98 കിട്ടിയിട്ടുണ്ട്, 2.8 കിട്ടിയിട്ടുണ്ട് അല്ലെ, 2.8 കിട്ടിയിട്ടുണ്ട്. സോ അതിങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്തു. 1.66, അതായത് 1.66 ഏതിന്റെ ആയിരുന്നു? പ്രിഫേർഡ് ഷെയർസ് അല്ലെ, പ്രിഫേർഡ് ഷെയർസിന്റെ എഫക്ട് ഇതാണ്. പിന്നെ അതിനെ വലുതെടുക്കും. പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ 1.98 ആണ്. അത് കഴിഞ്ഞിട്ട് അതിനും വലുത് ബോണ്ട് 2.8 ആണല്ലേ. ഓക്കെ, 2.8 ആണ്. ഇങ്ങനെ ഓരോ എഫക്റ്റും ആഡ് ചെയ്ത് പോയിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു മെത്തേഡ്, വലിയൊരു മെത്തേഡാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ഓക്കെ, അതിനെക്കാളും കുറച്ചും കൂടി ഈസി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ അധികം സ്റ്റെപ്സും റാങ്ക് ചെയ്യണമൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതര അഭിപ്രായത്തിൽ ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഓക്കെ ഓക്കെ, സോ നമ്മുടെ 5 ടൈപ്സ് ഓഫ് റേഷ്യോസിലെ ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ പഠിച്ച്, അതിനുശേഷം ആക്ടിവിറ്റി റേഷ്യോസ് പഠിച്ച്, ലിക്വിഡിറ്റി റേഷ്യോസിൽ ഒരു 5 പഠിച്ച്, ആക്ടിവിറ്റി റേഷ്യോസിൽ ഒരു 10 പഠിച്ച്, പിന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഒരു 7 പഠിച്ച് അല്ലെ. അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ഏർണിങ്സ് കവറേജ്, പിന്നെ ലീവറേജ് റേഷ്യോസ് അല്ലെ, അത് പഠിച്ച്, അതിനുശേഷം അവസാനം മാർക്കറ്റ് റേഷ്യോസിൽ നമ്മൾ ഒരു 9 പഠിച്ചു അല്ലെ. 9 ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ, അതും പഠിച്ചു. ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് കുറച്ച് MCQs ഇപ്പൊ ചെയ്യാം. ഓക്കെ, എക്സാമിന് ഏത് രീതിയിൽ ഇപ്പൊ നമ്മൾ ചെയ്തൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ 2-3 അഡ്ജസ്റ്റ്മെന്റ്സ് വന്നില്ലേ. ഓക്കെ, ഈ രീതിയിൽ ഒരു MCQ എന്തായാലും വരില്ല. ഓക്കെ, സോ MCQ ഏത് രീതിയിലാണ് വരാൻ നമുക്ക് ഓക്കിനെ കുറച്ച് റാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് MCQ വരില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, SAയിൽ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ വന്ന് കണ്ടിട്ടില്ല, എനിക്ക് വന്നിട്ടൊന്നുമില്ല. IRC വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് SAയിൽ വന്നാൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, SAയിൽ എപ്പോഴും തരിക ഇതേമാതിരത്തെ ഒരു സിനാരിയോ ആണ് തരും. ഓക്കെ, ആ സിനാരിയോ ആണ് ജസ്റ്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റി എന്ന് പറഞ്ഞത്. സ്റ്റിൽ ഇതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വലിയൊരു സിനാരിയോ തരും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പണ്ടിതായിരുന്നു, സിറ്റുവേഷൻ ഇതാണ്, ഫ്യൂച്ചറിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വലിയൊരു പാരഗ്രാഫ് ആക്കിയിട്ട് തരും. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാ, ഇങ്ങനെ കുറെ സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതില് ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തിയറി പോർഷൻസിന്റെ, ഫോർ എക്സാമ്പിൾ ഡിഫൈൻ ടു അഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് പീരീഡ് അങ്ങനത്തെ എന്തെങ്കിലും തിയറി ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ഇതിലൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് ഓക്കെ നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളേതായ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ ജസ്റ്റ് ഒന്ന് 2-3 സെന്റൻസിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, SA ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മുടെ ഡിഗ്രിക്കൊക്കെ ചെയ്ത പോലെ ആ പേജ് മൊത്തം എഴുതി വെക്കാനൊന്നും സമയം കിട്ടൂല. ഓക്കെ, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരുപാട് എഴുതിയെന്ന് വെച്ചാൽ കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ അഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക് പീരീഡോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക് പീരീഡ് എന്താണെങ്കിൽ വെറും 2 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, എല്ലാത്തിനും 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനിയിപ്പോ നിങ്ങൾ പാർട്ട് 1ലേക്ക് വരുമ്പോൾ അവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, പാർട്ട് 1ൽ സെക്ഷൻ A കുറച്ച് വലുതാണ്. പാർട്ട് 2ലെ കോർപ്പറേറ്റ് ഫിനാൻസ് പോലെ പാർട്ട് 1ലെ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ് പറഞ്ഞിട്ട് ഒരു വലിയ സെക്ഷൻ ഉണ്ട്. അതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ബേസിക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പാർട്ട് 2ൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നെ കുറച്ചും കൂടിയും വലുതാവും നിങ്ങൾ പാർട്ട് 1ലേക്ക് എത്തുമ്പോൾ. അതിന്റെ ഇടയിൽ വീണ്ടും സാധനങ്ങൾ വരും. അപ്പൊ പാർട്ട് 1ൽ നിങ്ങൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ തിയറി പോർഷൻ ആയിട്ട് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനും വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് SAയിൽ ചോദിച്ചായിരുന്നു. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പം, കൂടുതൽ ചിന്തിക്കാറൊന്നുമില്ല. ആ 2 പോയിന്റ് മൈൻഡിൽ നിന്ന് എടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വെറും പോയിന്റ് മാത്രം, ഒരു സെന്റൻസ് ചെയ്താ രണ്ടാമത്തെ സെന്റൻസ് ചെയ്താ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ്, രണ്ട് അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചതെങ്കിൽ 2 മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4-5 അറിയായിരിക്കും. ഓക്കെ, 4 എഴുതി 5 എഴുതി വെച്ചിട്ട് കൂടുതൽ മാർക്കൊന്നും കിട്ടൂല. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വെറും ടൈം മാത്രം. ഓക്കെ, സോ നമുക്ക് അടിപൊളിയാക്കി എഴുതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എഴുതി പോകും, പക്ഷെ അതിന് നിൽക്കരുത്. ഓക്കെ,
അപ്പോൾ എപ്പോഴും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 1 hour ആണ് നിങ്ങൾക്ക് എസ്സേക്ക് അലോ ചെയ്തിട്ടുള്ള ടൈം. ഓക്കെ, ആവറേജ് ഒരു 12 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്, സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ചെയ്യാൻ കിട്ടുക. ഈ 1 hour കൊണ്ട് 12 ക്വസ്റ്റ്യൻസ് എഴുതാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് ആണ്. ഓക്കെ, സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം, ഞാൻ എന്റെ 2 എക്സാമും ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു 15 മിനിറ്റ്സ് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 15 മിനിറ്റ്സും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ 3 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട MCQ 2 hour 45 minutes ആയപ്പോൾ നിങ്ങൾ 100 എണ്ണം കഴിഞ്ഞു, നിങ്ങൾ ഫിനിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി എസ്സേയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇവിടെ സേവ് ചെയ്തിട്ടുള്ള 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ 1 hour കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 1 hour 15 minutes കിട്ടും. അതുണ്ടെങ്കിൽ സെറ്റാക്കി ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, എപ്പോഴും അതിന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എവിടുന്ന് തുടങ്ങിയാണ്? അപ്പോൾ നമ്മളെ റേഷ്യോസ് 5 types ഓഫ് റേഷ്യോസ്: ലിക്വിഡിറ്റി റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ഏർണിങ്സ് കവറേജ്, ലീവറേജ് റേഷ്യോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇഷ്യൂസ്. ഈ സ്പെഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും മൺഡേക്ക് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഏരിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു തന്നാൽ നന്നായിരിക്കും. ഓക്കെ, സോ ഇനി കുറച്ചും കൂടി ഉള്ളൂ. നമ്മുടെ റേഷ്യോസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളൊരു 40+ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ലീവറേജ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോസിൽ 5, ആക്ടിവിറ്റിയിൽ 10, പിന്നെ പ്രോഫിറ്റബിലിറ്റിയിൽ 7, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 3, പിന്നെ സോൾവൻസിയിൽ 3, ഏർണിങ്സ് കവറേജിൽ 3, ലീവറേജ് റേഷ്യോസിൽ 1, പിന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റ് ലീവറേജ്, ഫിനാൻഷ്യൽ ലീവറേജ്, ടോട്ടൽ ലീവറേജ് 3, 3, 3, 3, 10. ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് 10 പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള 1, 2, 3, 4, അവസാന മാർക്കറ്റ് റേഷ്യോസ് 9 അല്ലെ. 10, 20, 25, 32 അല്ലെ, 41, ഓൾമോസ്റ്റ് 41 റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഏതേലും ഡൗട്ട്സ് ഇതുവരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് ബാക്കോട്ട് മറിച്ചിട്ട് ഇതുവരെയുള്ള ഏതെങ്കിലും റേഷ്യോസിൽ എന്തെങ്കിലും കോൺസെപ്റ്റ്ലി ഡൗട്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ മാർക്കറ്റ് റേഷ്യോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാല്യൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിലും ബേസിക് ഏർണിങ്സ് പെർ ഷെയറിലും ഡൗട്ട് ഇല്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർക്കറ്റ് റേഷ്യോസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിച്ച 9 റേഷ്യോസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു ഫ്രഷ് പേജ് എടുക്കുക. ഓക്കെ, മാർക്കറ്റ് റേഷ്യോസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഞാൻ ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബുക്ക് വാല്യൂ പെർ ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മറന്നുപോയോ? നോർമലി ഇല്ലെങ്കിൽ ജസ്റ്റ് മറിച്ച് നോക്കുക ബാക്കോട്ട്. മൈൻഡിൽ ഉണ്ടാവേണ്ടതാണ്. എന്താണ് ബുക്ക് വാല്യൂ പെർ ഷെയറിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാലേ, നമ്മുടെ
നമ്മൾ ഒരു ഷെയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള വാല്യൂ അല്ലെ, ടോട്ടൽ ഇക്വിറ്റി Yes, preferred മൈനസ് equity. പ്രിഫേർഡ് ഇക്വിറ്റി Number ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ divided by ഷെയർസ്. number of Common common shares. ടോട്ടൽ നമ്മളെല്ലാ റേഷ്യോയും നമുക്ക് എപ്പോഴും ബൈഹാർട്ട് ആക്കണമെന്ന് പറ്റിക്കോളും നിർബന്ധമില്ല. കാരണം ഈ 44 റേഷ്യോസിന്റെ ആ ഒരു ഇത് ബൈഹാർട്ട് ആക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇൻ കേസ് നിങ്ങൾക്ക് പേരിൽ തന്നെ ഉണ്ട് ബുക്ക് വാല്യൂ പെർ ഷെയർ അല്ലെ, നമ്മുടെ ഒരു ഷെയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ബുക്സിലുള്ള വാല്യൂ, നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ. സോ ടോട്ടൽ നമ്മുടെ ഷെയർസ് ഉദ്ദേശിക്കുന്ന കോമൺ ഷെയർസ് മാത്രമായതുകൊണ്ട് ടോട്ടൽ കോമൺ ഇക്വിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. സോ ആ ടോട്ടൽ കോമൺ ഇക്വിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകും, ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റിന്ന് ആ പ്രിഫേർഡ് ഇക്വിറ്റി എന്ന് ലെസ് ചെയ്താൽ മതി. ആരാധന ഇവിടെ ഇല്ലേ? പ്രിഫേർഡ് ഇക്വിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. ആരാധന സർ ഇവിടെ ഉണ്ട്. ഓക്കെ. സോ ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഷെയർ ഹോൾഡർ ഇക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഇക്വിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ചെയ്താൽ മതി. ഇനി സെക്കൻഡ്, മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ. മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ അല്ലെ, ആ പേരിലുണ്ട്. നമ്മളെ ഷെയറിന്റെ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. സോ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? market price. മാർക്കറ്റ് പ്രൈസ് അല്ലെ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ Value. ബുക്ക് വാല്യൂ പെർ ഷെയർ Value അല്ലെ, നമ്മളിവിടെ per കണ്ടുപിടിച്ചിട്ടുള്ള ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇനി 3 നമ്മുടെ ബേസിക് ഏർണിങ്സ് പെർ ഷെയർ, ബേസിക് EPS അല്ലെ, IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. ഇനി നമുക്ക് വെറും നമ്പർ ഓഫ് കോമൺ ഷെയർസ് മാത്രമല്ല, നമ്മൾ ഒരുപാട് കോർപ്പറേറ്റ് ആക്ഷൻസ് ഇൻ ബിറ്റ്വീൻ ആ ഒരു ഇയർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് IAC ഡിവൈഡഡ് ബൈ ബാങ്ക്സ് അല്ലെ, വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇനി പ്രൈസ് ഏർണിങ്സ് റേഷ്യോ, അതായത് PE റേഷ്യോ. എങ്ങനെ കിട്ടാം PE റേഷ്യോ? അല്ലെ, പ്രൈസും ഏർണിങ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെ, നമ്മളെ EPS കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടൈംസ് പേ ചെയ്യേണ്ടതല്ലേ. എന്താ ന്യൂമറേറ്ററിൽ വരാം? Market price per share market divided by per share divided by earnings. Market price earnings per per share share. divided by earnings per share. Okay. PE ratio, market price per share divided by earnings per share. The fifth one, earnings yield. Earnings yield ratio അല്ലെ, നമ്മളെ PE ratioന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. EPS ഡിവൈഡഡ് ബൈ MPS അല്ലെ, നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് yield. ഇനി സിക്സ്ത് വൺ, ഡിവിഡൻഡ് yield ratio. ഡിവിഡൻഡ് yield ratio എങ്ങനെ കിട്ടാം? ഈ yield എന്ന് കണ്ടാൽ അപ്പൊ തന്നെ അതിൽ മാർക്കറ്റ് പ്രൈസിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. dividend per ratio, dividend per share divided by ഡിവിഡൻഡ് പെർ ഷെയർ market per share. അതെ, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ MPS, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ.
ഇനി ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ എങ്ങനെ കിട്ടും? രണ്ട് രീതിയിൽ കിട്ടും അല്ലെ നമുക്ക്. DPS divided by EPS. പെർ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഡിവിഡൻ പെർ ഷെയർ Dividend per share ഡിവൈഡഡ് ബൈ divided by earnings per share. ഏണിങ്സ് പെർ ഷെയർ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ എടുത്തിട്ട് അല്ലെ എങ്ങനെ ചെയ്യപ്പോ ടോട്ടൽ Total dividend divided by ടോട്ടൽ IS. ഡിവിഡൻ ബൈ ISC അല്ലെ. ടോട്ടൽ ഡിവിഡൻ കോമൺ ഷെയർസിന് കൊടുത്ത ഡിവിഡൻ മാത്രമാണ് പ്രിഫർഡ് ഇല്ല. ഡിവിഡൻ ഡിവൈഡ് ബൈ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർസ്. ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ. ഷെയർ ഹോൾഡർ റിട്ടേൺ അല്ലെ, ഇതെങ്ങനെ കിട്ടും? ന്യൂമറേറ്ററിൽ രണ്ട് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലല്ലോ, ആരാധന ഒരു സ്റ്റോക്ക് വാങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് അത് വിറ്റു, അതിന്റെ ഇടയിൽ അവൾക്ക് ഡിവിഡൻഡ് കിട്ടി അല്ലെ. ന്യൂമറേറ്ററിൽ എന്തൊക്കെ വരാം? ഷെയർ ഹോൾഡർ റിട്ടേൺ. ഞാനൊരു എക്സാമ്പിൾ അറിയാലോ, 10 രൂപക്ക് വാങ്ങിയ സ്റ്റോക്ക് ആരാധന 12 രൂപക്ക് വിറ്റ് ആ ഒരു വർഷം അവർക്ക് 2 ഡിവിഡൻഡ് കിട്ടി, ഓർമ്മയില്ലേ? Opening stock minus അതെ അതെ, closing stock. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ. ചേഞ്ച് ഇൻ സ്റ്റോക്ക് പ്രൈസ് പ്ലസ് അതിലേക്ക് എന്താ വരാ? Dividend. ഡിവിഡൻഡ് അല്ലേ, Dividend. ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിരുന്നു? Opening. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രൈസ് അല്ലെ, ബിഗിനിങ് സ്റ്റോക്ക് പ്രൈസ്. എട്ട് റേഷ്യോന്റെ ഇക്വേഷൻ ആയതുണ്ട്. ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ ഒട്ടും മുകളിൽ ചെയ്തുകൊണ്ട് അത് ഞാൻ എഴുതുന്നില്ല. ബോക്സിലൊക്കെ ആക്കി വെച്ചു. ശരിയായിരുന്നോ ആരാധന? ക്ലിയർ അല്ലേ ഇതുവരെ കാര്യങ്ങളൊക്കെ? ഓക്കെ, 9 മണി നമുക്ക് ഒരു അരമണിക്കൂറുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ. റാൻഡായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്.
ക്വസ്റ്റ്യന്റെ വലുപ്പം നോക്കണ്ട, കണ്ടുപിടിക്കണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആയാലേ. എക്സാമിന് ഇങ്ങനത്തെ പല പല ക്വസ്റ്റ്യൻസും വരും. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അത് റിക്വയർമെന്റ് ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷെ അതിനകത്തൊന്നുമില്ല. ക്വസ്റ്റ്യനുകളെല്ലാം നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ കണ്ടുപിടിക്കണ്ട. ഞാൻ റിക്വയർമെന്റ് മാത്രം വായിച്ചുതരാം. ഓക്കെ. ഇഫ് ബാർക്കർ കോൾസ് ദി കൺവേർട്ടിബിൾ ഡെപ്ത്. ഓക്കെ. അതായത് ഈ കൺവേർട്ടിബിൾ ഡെപ്റ്റ് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ കൺവേർഷൻ വിൽ ടേക്ക് പ്ലേസ്. അങ്ങനെ കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ബാർക്കർ ഹാസ് എ 40% ടാക്സ് റേറ്റ്. ഓക്കെ. അസ്യൂമിങ് കൺവേർഷൻ ഓഫ് ദി ഡെപ്റ്റ് ഒക്കേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. ഓക്കെ. നമ്മൾ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറിൽ കൺസിഡർ ചെയ്യുന്ന പോലെ ഈ ഒരു ഡയലൂഷൻ ഇയറിന്റെ ബിഗിനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദി ഫോർകാസ്റ്റഡ് ഇമ്പാക്ട് ഓൺ ബാർക്കേഴ്സ് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ഫോർ ദി നെക്സ്റ്റ് ഇയർ വിൽ ബി. ഓക്കെ. ഈ ഒരു ഡെപ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഈ ഒരു എഫക്റ്റ്, ഓക്കെ, അത് നോ ഇമ്പാക്റ്റ് ആണോ, ആന്റി ഡയലൂട്ടീവ് ആണോ, നോ ഡിറ്റർമൈനബിൾ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓപ്പറേറ്റിംഗ് ഇൻകം, സാർ ഇൻട്രസ്റ്റ്. ഒരു ഇയറിലെ അത് ആ ഇയറിലല്ലേ കാണുള്ളൂ, നെക്സ്റ്റ് ഇയറിലേക്ക് ഇതിന്റെ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, ഈ ഒരൊറ്റ ഇയറിലെ കാര്യമല്ലോ പറഞ്ഞത് ഇവിടെ. Barker has assuming the conversion of the debts beginning with the forecasted impact of basic next year. Okay, നെക്സ്റ്റ് ഇയറിലേക്ക് ഈ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ എടുക്കാലോ. ഓക്കെ. നെക്സ്റ്റ് ഇയറിൽ വേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലാന്നെങ്കിൽ ഇവിടെ ഓപ്പറേറ്റിംഗ് ഇൻകം, ടാക്സ് എക്സ്പെൻസ് പറഞ്ഞ ഇവിടെ കുറെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്നും വേണ്ട. ഓക്കെ. ഇവിടെ പ്രിഫേർഡ് ഡിവിഡന്റിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്, ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ട്, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ തന്നിട്ടുണ്ട്. ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറിലേക്ക് ഈ ഡെപ്റ്റ് കൺവേർട്ട് ചെയ്താൽ ഡയലൂട്ടീവ് ആണോ, ആന്റി ഡയലൂട്ടീവ് ആണോ, നോ ഇമ്പാക്ട് ആണോ, നോ ഡിറ്റർമിനബിൾ ആണോ? ഇനിയാന്ന് പറഞ്ഞില്ല. ഓക്കെ. സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ അതിലേക്ക് അതിന്റെ എഫക്ട് വരുമ്പോൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ വായിച്ചിരുന്നു മൂന്ന് മൂന്ന്. The treasurer of Barker Corporation is considering the impact of company's convertible debt on its earnings per share. ഈ കൺവേർട്ടിബിൾ ഡെപ്റ്റിന്റെ ഇമ്പാക്ട് ഏർണിംഗ്സ് പെർ ഷെയറിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാന്നുള്ള ഒന്ന് അവർക്ക് അറിയണം. ദി ഫേം ഹാസ് 10 million ഓഫ് കോളബിൾ കൺവേർട്ടിബിൾ ഡെപ്റ്റ് ഓപ്ഷൻ. 10 million വർത്ത് ആയിട്ടുള്ള കൺവേർട്ടിബിൾ ഡെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ബോണ്ട് ഉണ്ട്. 10% ആണ് കൂപ്പൺ. 10% കൂപ്പൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ. കൺവേർട്ടിബിൾ ഇൻടു ബാർക്കേഴ്സ് കോമൺ സ്റ്റോക്ക് അറ്റ് 200 പെർ ഷെയർ. ഓക്കെ. അപ്പൊ അതിന്റെ കൺവേർഷൻ രീതി പറഞ്ഞാൽ 10 million വാല്യൂ ഉള്ളതിനെ 200 പെർ ഷെയറിലേക്കുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 10 million ഡിവൈഡ് ബൈ 200 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇത് കൺവേർട്ട് ചെയ്താൽ വരാം
ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബോണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എഫക്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫക്ട് ഓഫ് ബോണ്ട് എങ്ങനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താ വരാം? ഇൻട്രസ്റ്റ് സേവ്ഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് അല്ലേ? അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറിലേക്ക് അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡയലൂട്ട് ആവണോ ആന്റി ഡയലൂട്ട് ആണോ നോക്കിയാൽ മതി. നിങ്ങൾ ആദ്യം എഫക്റ്റിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒന്ന് കണ്ടുവെക്കുക. സർ ആന്റി ഡയലൂട്ടീവ് ആണ്. ആന്റി ഡയലൂട്ടീവ് ആണ് അല്ലേ? ശരിയാണ്. എത്ര എഫക്റ്റ് വന്ന്? 1.98. 1.98. അല്ലേ? 1.98ലേക്ക് പറഞ്ഞാൽ ബേസിക് 0.29. 6.29 അതാണ്. 6 lakh. അതെ അതെ. ആരാധന ദിവസം ഓക്കെ. ഇവിടെ പ്രിഫേർഡ് ഡിവിഡൻഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഇവിടെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തുള്ള ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇതാ ഈ 6 മില്യൺ ഡിവൈഡ് ബൈ 1 മില്യൺ 60 ലാക്ക് നെറ്റിംഗ് ഉണ്ട്, ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 10 ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 6 ആണ്. ഇനി ഈ കൺവേർട്ടിബിൾ ബോണ്ട്സ് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കുറഞ്ഞിക്കുകയാണെങ്കിൽ അത് ഡയലൂട്ടീവ് ആണ്, കൂടിക്കുകയാണെങ്കിൽ ആന്റി ഡയലൂട്ടീവ് ആണ്. ഇത്രേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ എഫക്ട് ഓഫ് സമയമാണോ ഡിസ്കസ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയമാണോ? ഡിസ്കസ് സാറേ ചെയ്തേ. ഇൻട്രസ്റ്റ് 60,000 അല്ലേ? ഇൻട്രസ്റ്റ് 60,000 ആണോ 6 ലാക്ക് ആണോ? 6 ലാക്ക് ആണ്. ഇവിടെ മില്യൺസിലാണ് കൊടുത്തത്. ഓക്കെ, 10 മില്യൺ. ഓക്കെ, അതായത് 1 crore. ഓക്കെ, അതിന്റെ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ഓക്കെ, അതായത് 10 മില്യന്റെ 10% പറഞ്ഞാൽ 1 മില്യൺ. ഓക്കെ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാക്ക് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്.
1 million ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ. ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 1 million ആണ്. ഇനി നമ്പർ ഓഫ് ഷെയർസ് കൺവേർട്ടഡ്, ഈ 10 million വർത്ത് ആയിട്ടുള്ള ബോണ്ട് ഡിവൈഡഡ് ബൈ converted at convertible to Barker's common stock at 200 per share. ഓക്കെ, സോ ഈ 10 million വാല്യൂ ഉള്ള ബോണ്ട് ഒരു കോമൺ ഷെയറിന് 200 എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10 million ഡിവൈഡ് ബൈ 200 ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 അല്ലെ, 50,000 ആണ് നമുക്ക് പുതിയ നമ്പർ ഓഫ് കോമൺ ഷെയർസ് വരാൻ പോകുക, നമ്പർ ഓഫ് കോമൺ ഷെയർസ്. ഓക്കെ, സോ നമുക്ക് ഈ ചുമ്മാ ഈ എഫക്റ്റ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിലും എഫക്റ്റ് മാത്രം എടുക്കുകയാണ്, അതായത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താലും ആന്റി ഡയലൂട്ടീവ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ഇവിടെ 10 lakh ആണ്, അതിൽ നിന്ന് 40% ടാക്സ് 40 അല്ലേ, അപ്പോൾ 1 million അഥവാ 10 lakh 40% ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 lakh ആവും. ഓക്കെ, 6 lakh ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് 50,000 ആണ്. അപ്പം 12 എന്നുള്ളൊരു എഫക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, 6നെക്കാട്ടിയും കൂടി. ഓക്കെ, ഇനി എഫക്റ്റ് മാത്രമല്ല, നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്താലും ആന്റി ഡയലൂട്ടീവ് തന്നെയാണ് ആവുക. അതുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇവർ കറന്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് ഇൻകം കംപ്ലീറ്റ് IAC ആണ്, കാരണം പ്രിഫേർഡ് ഡിവിഡന്റ് ഇല്ല. 6 million. ഓക്കെ, 6 million എന്നാൽ 60 lakh ഡിവൈഡ് ബൈ 10 lakh, അതായത് 1 million. അല്ലെ, ഇതിലേക്ക് ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് വരുമ്പോൾ IAC, അതായത് കംപ്ലീറ്റ് നെറ്റ് ഇൻകം പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്, നമ്മുടെ ബോണ്ടിന്റെ കൺവേർട്ടിബിൾ ബോണ്ടിന്റെ എഫക്റ്റ് 1 മൈനസ് ടാക്സ് റേറ്റ്, അതിലേക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്, ആദ്യം ഉള്ളത് നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ്. ഓക്കെ, നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ IAC 60 lakh ആണ്, അതായത് 6 million. ഓക്കെ, പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് 6 lakh ആണ് കിട്ടുക. അപ്പൊ 66 lakh ആവും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആദ്യം 10 lakh ആണ്, പ്ലസ് 50,000 അല്ലെ, സോ 10.5 lakh. സോ 66 lakh അഥവാ 6.6 million ഡിവൈഡഡ് ബൈ 10 lakh 50,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ 66 lakh ഡിവൈഡ് ബൈ 10 lakh. ആ ബ്രോ 0.28. 6.28 അല്ലേ, 6.285 അല്ലേ, ഇതാണ് നമ്മളെ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ അല്ലേ. നമ്മളെ ബേസിക് ഏർണിങ്സ് പെർ ഷെയറിനെക്കാട്ടും അല്ലെ വലുതാണ് ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ. അങ്ങനെയാണെങ്കിൽ ആന്റി ഡയലൂട്ടീവ് ആയിരിക്കും അല്ലെ, ഡയലൂട്ടീവ് ആയിരിക്കും. സോ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ആന്റി ഡയലൂട്ടീവ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ആൻസർ ചെയ്തിട്ടില്ലേ? നേരത്തെ ആൻസർ ചെയ്തിട്ടില്ല.
ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല കേട്ടോ, അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ദി ട്രഷറർ ഓഫ് ബാർക്കർ കോർപ്പറേഷൻ എന്നാണ് നൽകിയത്. കഴിഞ്ഞായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. ഓക്കെ, ഇതാ വായിച്ചു തരാം. കമ്പനി ഹാസ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ദ റീസെന്റ് ഇയർ. കോമൺ ഡിവിഡൻഡ് 1 million ആണ്. നെറ്റ് ഇൻകം 4 million ആണ്. കോമൺ സ്റ്റോക്ക് 2 million ഷെയർസ് ഉണ്ട്. പ്രിഫേർഡ് സ്റ്റോക്ക് 5 lakh ഷെയർസ് ഉണ്ട്. ഓക്കെ, ബേസിക് ഏണിംഗ്സ് പെർ ഷെയർ ഇമ്പോർട്ടന്റ് ആണ്, 1.5 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പൊട്ടൻഷ്യൽ കോമൺ ഷെയർസ് ഫ്രം കൺവേർട്ടിബിൾ ബോൺസ്. ഓക്കെ, 1 lakh ഷെയർസ് കൺവേർട്ട് ചെയ്യപ്പെടാൻ ഉള്ള കൺവേർട്ടിബിൾ ബോൺസ് ഉണ്ട്. കൺവേർട്ടിബിൾ ബോൺസിന്റെ എത്ര നമ്പർ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, എത്രയാണ് വാല്യൂ, അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്, എത്ര നമ്പർ ഓഫ് ബോൺസ് എന്ന് തന്നില്ല. ടോട്ടൽ ബോൺസ് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ 1 lakh ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടും. 1 lakh നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് പേയബിൾ പെർ ഇയർ ഓൺ കൺവേർട്ടിബിൾ ബോണ്ട്. കൺവേർട്ടിബിൾ ബോൺസിന്റെ ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് 50,000 ആണ്. ടാക്സ് റേറ്റ് 21% ആണ്. ഓക്കെ, വാട്ട് ആർ ദി ടോട്ടൽ പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവിഡൻഡ്. ടോട്ടൽ പ്രിഫേർഡ് ഡിവിഡൻഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രിഫേർഡ് സ്റ്റോക്ക് ആണ്. അതിനുശേഷം കൊടുത്തിട്ടുള്ള 1.45, 1, 1.43 ഇതൊക്കെ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. സോ 1 million ഉണ്ട് ഓപ്ഷനിൽ, 2 million ഉണ്ട് ഓപ്ഷനിൽ. പിന്നെ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ 3 ഓപ്ഷൻ ഉണ്ട്, 1.45, 1, 1.43. ഓക്കെ, സോ പ്രിഫേർഡ് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ കിട്ടാനുള്ള ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് കിട്ടും. ഇവിടെ പ്രിഫേർഡ് സ്റ്റോക്ക് 5 lakh ഷെയർസ് ഉണ്ട്. അത് കൺവേർട്ടിബിൾ ആണോ? കൺവേർട്ടിബിൾ ആണോ? അല്ലല്ലോ സർ, 1 lakh മാത്രമല്ലേ കൺവേർട്ടിബിൾ ഉള്ളൂ. അതെ, കൺവേർട്ടിബിൾ എന്നുള്ളത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിഫേർഡ് സ്റ്റോക്ക് 5 lakh ഉണ്ട്. ഓക്കെ, പക്ഷെ അത് കൺവേർട്ടിബിൾ അല്ല. ഓക്കെ, എന്നാലും പ്രിഫേർഡ് ഡിവിഡൻഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറിലേക്ക് ഡയലൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒറ്റ റൈറ്റ് ഉള്ളൂ, കൺവേർട്ടിബിൾ ബോൺസ് ആണ്. അതിന്റെ നമ്പർ ഓഫ് ഷെയർസും ഇൻട്രസ്റ്റ് ടാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പ്രിഫേർഡ് ഡിവിഡൻഡ് നെറ്റിംഗ് ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ വെച്ച് നിങ്ങൾ പ്രിഫേർഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യും. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
പ്രിഫേർഡ് ഡിവിഡൻഡ് കിട്ടും. പ്രിഫേർഡ് ഡിവിഡൻഡ് 10 lakh ആണ്. എങ്ങനെ കിട്ടി? അതാ 1.50 into IAC ഡിവൈഡഡ് ബൈ മറ്റേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന്റെ അത് വെച്ച് ചെയ്തിട്ട് 30 lakh IAC കിട്ടി. അപ്പൊ അതിന്ന് 40 lakh ആണ് നെറ്റ് ഇൻകം. നെറ്റ് അതിന്റെ ഇൻകം. ഡിഫറൻസ് ആയിട്ട് പ്രിഫേർഡ് ഡിവിഡൻഡ്. ഓക്കെ, ശരിയാണ്. 10 lakh. ഓക്കെ, വെരി ഗുഡ്. ഇനി ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ കൂടെയാണ്. ആയിരുന്നോ ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ? ആരാധന? ചെയ്യാ സർ, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ശരിയാണ്. 30 പക്ഷെ lakh എനിക്ക് അതിന് 39,500 1.90 1.90. ടാക്സ് കുറച്ചായിരുന്നു. ഇല്ല, ടാക്സ് കുറച്ചിട്ടില്ല. ഇൻട്രസ്റ്റിന്റെ വൺ മൈനസ് ടാക്സ് റേറ്റ് അല്ലേ? ബോണ്ട് അല്ലേ? പ്രിഫേർഡ് ഡിവിഡൻഡ് അല്ലല്ലോ. കൺവേർട്ടിബിൾ ബോണ്ട്സിന്റെ എഫക്ട് 39,500.
ഓക്കെ ഓക്കെ, അത് ചെയ്തില്ല, ഡയറക്റ്റ് എടുത്തു. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ചു നേരമായി അതിലിങ്ങനെ സ്റ്റക്കാണ്. കൺവേർട്ടിബിൾ ബോണ്ട്സ് ടാക്സ് റേറ്റ് കണ്ടാൽ തന്നെ അപ്പൊ നമുക്ക് മൈൻഡിലേക്ക് വരും ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്. സർ അത് 1.44 എന്നുള്ള ആ അത് റൗണ്ട് ലാസ്റ്റ് ആക്കിയിട്ട് ഓപ്ഷനിൽ 20 ആണ്. അങ്ങനെ എന്തായാലും വരില്ല. അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ വരില്ല. ഡിസ്കസ് ചെയ്തേ ആരെങ്ങനെ കിട്ടിയതോ? ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കോമൺ ഡിവിഡന്റ് 1 മില്യൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, കോമൺ ഡിവിഡന്റ് കൊടുത്തൊന്നും നമുക്ക് വേണ്ട. നെറ്റ് ഇൻകം 4 മില്യൺ നമുക്ക് ആവശ്യമുണ്ട്. കോമൺ സ്റ്റോക്ക് ഉള്ളത് 2 മില്യൺ ഷെയർസ്. ഓക്കെ, പ്രിഫേർഡ് ഡിവിഡന്റ് 5 ലാഖ് ഷെയർസ്. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 1.5 അല്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട്. പൊട്ടൻഷ്യൽ കോമൺ ഷെയർസ് ഫ്രം കൺവേർട്ടിബിൾ ബോൺസ് 1 ലാഖ് ഷെയർസ് ഉണ്ട്. ഈ 1 ലാഖ് ഷെയർസ് അല്ല, 1 ലാഖ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺവേർട്ടിബിൾ ബോൺസ് ഉണ്ട്. ഓക്കെ, അതിന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് 50,000 ആണ്. കമ്പനിയുടെ ടാക്സ് പെർസെന്റേജ് 21%. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ചോദിച്ചിട്ടുണ്ട്. ഡയലൂട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരേ ഒരു ഐറ്റം ഉള്ളൂ, അത് കൺവേർട്ടിബിൾ ബോൺസ് ആണ്. ഓക്കെ, കൺവേർട്ടിബിൾ ബോൺസിന്റെ എത്ര ഷെയർസിലേക്കാണ് അതിന്റെ ഇൻട്രസ്റ്റ് ഇൻ 1 - ടാക്സ് റേറ്റും നമ്പർ ഓഫ് ഷെയർസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിന് മുന്നേ അവർ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവിഡന്റ് അല്ലെ, പ്രിഫേർഡ് ഡിവിഡന്റ് എത്ര പേ ചെയ്താന്നാ ചോദിക്കുന്നത്. ഓക്കെ, സോ ഞാനിതാ ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 1.5 വന്ന വഴി ഞാൻ അവിടെ ചെയ്തത്. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് അല്ലേ. അല്ലെ, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 1.5 ആണ് കിട്ടിയത്. IAC എത്ര നമുക്ക് അറിയില്ല. പക്ഷെ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇതാ 2 മില്യൺ ആണ് അല്ലെ, 20 ലാക്ക് ആണ് നമുക്ക് അറിയാം അല്ലെ. സോ ഈ IAC കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറും ഈ നമ്പർ ഓഫ് കോമൺ ഷെയർസും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലെ. അപ്പൊ എനിക്ക് 30 ലാക്ക് എന്ന് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇക്വേഷനിൽ ഇട്ടാൽ കറക്റ്റാ. ഇതാ 30 ലാക്ക് ആണ് IAC എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 20 ലാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 1.5 കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്താണിത്, IAC ആണ് 30 മില്യൺ അല്ലെ. ഇനി നമുക്ക് നെറ്റ് ഇൻകം 30 മില്യൺ അഥവാ 3 മില്യൺ, 30 ലാക്ക് അഥവാ 3 മില്യൺ. നെറ്റ് ഇൻകം ഇവിടെ 4 മില്യൺ ആണ് അഥവാ 40 ലാക്ക് ആണ് അല്ലെ. മൈനസ് പ്രിഫേർഡ് ഡിവിഡന്റ് ചെയ്യുമ്പോഴല്ലേ, പ്രിഫേർഡ് ഡിവിഡന്റ് നമുക്ക് അറിയില്ല, പക്ഷെ IAC നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 3 മില്യൺ അല്ലെ. 4 മില്യണിൽ നിന്നും 1 മില്യൺ ലെസ് ചെയ്യുമ്പോഴല്ലേ 3 മില്യൺ കിട്ടുക. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും IAC അല്ലെ. നെറ്റ് ഇൻകത്തിന്റെയും IAC ഡിഫറൻറ്റ് ആയിരിക്കും പ്രിഫേർഡ് ഡിവിഡന്റ്. 4 മില്യൺ നെറ്റിംഗ് ഉണ്ടായിരുന്നു, IAC 3 മില്യണേ ഉള്ളൂ എങ്കിൽ ആ 1 മില്യൺ പോയത് പ്രിഫേർഡ് ഡിവിഡന്റ് ആയിട്ട് അല്ലെ. സോ ടോട്ടൽ പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവിഡന്റ് എന്ന് പറയുന്നത് 1 മില്യൺ ആണ്. സോ ഓപ്ഷൻ സി അല്ലെ, അതാണ് ചാൻസ് ഉള്ളത്. ഇനി ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ 1.45 ആണോ 1 ആണോ എന്ന് നോക്കിയാൽ മതി അല്ലെ. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി, അതിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ. ഇനി ഇതാ ഇപ്പം കറന്റ് നമ്മൾ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ഈ രീതിയിലാണുള്ളത്. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 3 മില്യൺ അല്ലെ. 3 മില്യൺ ഡിവൈഡഡ് ബൈ ഒന്ന് 2 ചോദിച്ചോട്ടെ മില്യൺ. ആ ചോദിച്ചോ. സർ, ഇത് നമ്മൾ ബോണ്ടിന് മാത്രമല്ലേ 1 - ടാക്സ് റേറ്റ് ചെയ്യുള്ളൂ, പ്രിഫറൻസ് ഷെയറിന് നമ്മൾ ചെയ്യാറില്ലല്ലോ. ഇല്ല, ചെയ്യാറില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് പ്രിഫറൻസ് ഷെയർ അല്ലേ 1 - ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോ. ഒന്ന് അല്ല, വായിച്ചേ. നമ്മള് പൊട്ടൻഷ്യൽ കോമൺ ഷെയർസ് ഫ്രം കൺവേർട്ടിബിൾ ബോൺസ്. ഓക്കെ, നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രിഫേർഡ് ഡിവിഡന്റ് ആണ്, പക്ഷെ അത് ഡയലൂട്ട് ഓക്കെ ഓക്കെ ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ല, കൺവേർട്ടിബിൾ എന്നൊന്നും ഓക്കെ പറഞ്ഞിട്ടില്ല. പ്രിഫേർഡ് സ്റ്റോക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 5 ലാക്ക് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഓക്കെ സർ, ഇവിടെ ഞാൻ അതും പ്രിഫറൻസ് ഷെയർ ആയിട്ടാണ് കണക്ക് കൂട്ടിയത്. ഓക്കെ, പൊട്ടൻഷ്യൽ കോമൺ ഷെയർസ് ഫ്രം കൺവേർട്ടിബിൾ ബോൺസ് അല്ലെ. ബോൺസ് കൺവേർട്ട് ചെയ്യപ്പെട്ട ഇതാ ഇപ്പം ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ 1.5 ആണ്. അത് വന്ന വഴിയാണ് IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് അല്ലെ. ഇനി ബോണ്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ ബോൺസ് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് വരിക എന്ന് വെച്ചാൽ 1 ലാക്ക് ഷെയർസ് അല്ലെ. 1 ലാക്ക് ഷെയർസ് വരും. ഇനി അതിന്റെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്
50,000 ആണ് അല്ലെ. അതിൽ നിന്ന് ഞാൻ ടാക്സ് പെർസെന്റേജ് ലെസ് ചെയ്താൽ ഇതാ ഈ ബോണ്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ അവർ നെറ്റ് ഇൻകം ഈ IAC വരാൻ പോണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 നിന്നും 21% ലെസ് ചെയ്തിട്ടുള്ള 50,000 മൈനസ് 21% ലെസ് ചെയ്തില്ല 39,500. ഓക്കെ, സോ നമുക്ക് എല്ലാ ഐറ്റംസ് കിട്ടി. ഇനി ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു IAC പ്ലസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഇതിന്റെ എഫക്ട് മാത്രമേ ഉള്ളൂ, ബോൺസ് മാത്രമേ കൺവേർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ, പ്രിഫേർഡ് ഒന്നും കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്, ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് അല്ലെ, നമ്പർ ഓഫ് കോമൺ ഷെയർസ് കൺവേർട്ടഡ് ഫ്രം ബോണ്ടിൽ നിന്നും കോമൺ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യപ്പെട്ട ഐറ്റംസ്. ഓക്കെ, IAC ഇവിടെ 3 million ആണ്, അഥവാ 30 lakh അല്ലെ. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 39,500 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആദ്യം 20 lakh ഉണ്ടായിരുന്നു, അഥവാ 2 million അല്ലെ. അതിലേക്ക് ഒരു 1 lakh കൂടി എക്സ്ട്രാ വന്നു അല്ലെ. ഇതാണ് സംഭവം. അതായത് 30,39,500 ഡിവൈഡഡ് ബൈ 21 lakh ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 30,39,500 ഡിവൈഡ് ബൈ 21 lakh ചെയ്താൽ 1.447 അല്ലെ, അതായത് 1.5. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ആരാ ക്ലിയർ ആയോ? ആരാധന യെസ് സർ ക്ലിയർ ആയി. കൂടി പറയാം. അല്ല ക്ലിയർ ആയി. ക്ലിയർ ആണ്. ഓക്കെ, സോ 9:35 ആയി. ന്യൂസ് ചെയ്യണോ? നമ്മൾ ചെയ്യല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ ബാക്കി ടോട്ടൽ 10-12 ക്വസ്റ്റ്യൻ ഉള്ളൂ, ബാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഏതെങ്കിലും ഡൗട്ടിന്റെ ചോദിച്ചാൽ. ഓക്കെ, സോ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഡയലൂട്ടഡ് ഏർണിംഗ്സ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ റിമൈനിങ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, സ്പെഷ്യൽ ഇഷ്യൂസ് കുറച്ച് തിയറിയാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈനിൽ ലാസ്റ്റ് എല്ലാ സെക്ഷനിലും കുറച്ച് തിയറി കയറി വരും. ഓക്കെ, പ്രോബ്ലം പേപ്പറിൽ കുറച്ച് തിയറി ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ഡിസൈനിൽ നമ്മൾ അവസാനം റിസ്ക് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അവിടെ കുറച്ച് തിയറീസ് ഒക്കെ പഠിച്ചില്ലേ. അതുപോലെ തന്നെ സെക്ഷൻ എയിലുള്ള തിയറിയാണ് സ്പെഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ സിയിലുണ്ട് കുറച്ച് തിയറി, പ്രൈസിങ് ഒന്നുമില്ല. പിന്നെ ഡിയും എഫും കംപ്ലീറ്റ് തിയറിയാണ്. പിന്നെ കോർപ്പറേറ്റ് ഫിനാൻസിൽ ഒരു മിക്സ് ആണ്, തിയറിയും പ്രോബ്ലം ഒക്കെ ഉള്ള ഒരു മിക്സ് ആണ് കോർപ്പറേറ്റ് ഫിനാൻസ്. ഓക്കെ, സോ സ്പെഷ്യൽ ഇഷ്യൂസ് മിക്കവാറും മൺഡേ ആയിരിക്കും. നാളെ നമുക്ക് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഒന്ന് പഠിച്ചു. ഓക്കെ, എനിത്തിങ് എൽസ്? ഇല്ല. ആരാധന ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, 7 or 7:30. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് സർ. യു സർ. ഓക്കെ.